ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും നല്ല സ്പൈസി ആയിട്ടുള്ളതുമായ ഒരു ഈവനിങ് സ്നാക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് അത് നമ്മൾ കഴിച്ച് തന്നെ നോക്കണം. അത്ര രുചിയാണ് കേട്ടോ. എന്തായാലും ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബ്രെഡ് പൊടിച്ചെടുത്ത് അതിനുള്ളിൽ ഒരു ചിക്കൻ ഫില്ലിങ് കൊടുത്തിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ റെഡിയാക്കുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 15 ബ്രെഡോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് പൊടിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡാപ്പൊടി ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്താൽ മതി. ഇപ്പോൾ എൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡർ ഉള്ളതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തണുപ്പില്ലാത്ത പാലൊഴിച്ച് കൊടുക്കാം. തണുപ്പാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ച് തണുപ്പ് മാറ്റിയിട്ട് എടുക്കുക, ചൂടാക്കരുത്. ഇതെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുത്ത് ഈ ഒരു പേസ്റ്റ് നമ്മളിതേ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ മുട്ടയൊക്കെ ചേർത്തില്ലേ, അപ്പോൾ ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ട്, എന്നാലും ഞാൻ ഉപ്പ് ചേർത്തു. പിന്നെ ഒരു 1/4 കപ്പ് പാല്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ബ്രെഡിൻ്റെ പരുവം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര തിക്കാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് ഒന്ന് ലൂസാക്കിയാൽ മതിയാവും. അതൊരു സൈഡിൽ നമുക്ക് അടച്ച് വെക്കാം. അത് അവിടെ കുറച്ച് നേരമെങ്കിലും വെക്കണം. ഒരു 15-20 മിനിറ്റ് എങ്കിലും അടച്ച് വെക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കാം. ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു 5-6 പീസ് മാത്രം മതി. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അത് മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം നമുക്ക് നാരങ്ങാനീര് ചേർക്കാം, അല്ലെങ്കിൽ തൈര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു പിഞ്ചോളം കുരുമുളക് പൊടി ചേർത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. അരമണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, അറിയാലോ. അപ്പോൾ ഞാനെന്തായാലും ഒരു 15 മിനിറ്റ് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാമെന്നാണ് കരുതുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാറുള്ളൂ, എന്നാലേ നന്നായിട്ട് അകമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരത്തുള്ളൂ. പിന്നെ ചിക്കനല്ലേ, ഒരുപാട് വേവില്ല, എന്നാലും മീഡിയം ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്, എന്നാലേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഒരു സൈഡ് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്തായാലും നമ്മുടെ ചിക്കൻ ഇവിടെ എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇത് ചെറുതായിട്ട് ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കണം. ചെറിയ ചെറിയ പീസാക്കണം. ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇതേ കണ്ടോ, ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അടുപ്പിലേക്ക് ഇതേ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, ആ ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 2 സവാള ഞാൻ ഒരുപാട് വലുതല്ല, ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഇതിന് ചേർക്കേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കന് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റും അതുപോലെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും രണ്ടും കൂടെ 1 ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് വയഞ്ഞ് വരണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് മിക്സ് ചെയ്യുക, വീണ്ടും അടച്ച് വെക്കുക. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു. അതുപോലെ തന്നെ നല്ല ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് വന്നു. ഇതൊരു സൈഡിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു പിഞ്ചോളം ഗരം മസാല പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം, ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്തായാലും ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം. ഞാനൊരു അല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ബാക്കി വെച്ച ഓയിലിൽ നിന്നും ഒരല്പം ചേർത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് അടച്ച് വെക്കാം. അടുത്തത് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു റിങ് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മളിത് ചെയ്യുന്നത്. റിങ് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ദോശയൊക്കെ ചുടില്ലേ, അതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രെഡിൻ്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ട, ചെറിയ ഒരു ലെയർ ഒഴിച്ചാൽ മതി. ഇതൊന്നും കൂടെ ഒന്ന് പൊങ്ങി വരും. അതുകൊണ്ട് ചെറിയൊരു ലെയർ ഒഴിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഫുള്ള് ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഈ ഫില്ലിങ് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ബ്രെഡിൻ്റെ ഫില്ലിങ് ഇനി ഒരുപാട് ഒഴിക്കരുത്, മുകളിലായിട്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒരു ചെറിയൊരു അടപ്പ് വെച്ച് ഒന്ന് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമുക്കിത് ഇതുപോലെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതങ്ങ് താഴും. അത് നമുക്ക് ഈ ഒരു നമുക്കിത് ഇതുപോലെ അങ്ങ് ലെവലാക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ അങ്ങ് ലെവലാക്കിയാൽ മതി. ഓയിൽ തേച്ചാൽ നന്നായിട്ട് തന്നെ ഇതിൽ നിന്നും വിട്ട് കിട്ടും. അപ്പം ഞാൻ റിങ് മാറ്റുന്ന ആ ഒരു ഷൂട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ ഞാൻ ഒഴിച്ചു. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഉള്ളിലേക്ക് അങ്ങ് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതങ്ങ് താന്ന് ലെവലായിട്ട് തന്നെ ഇരിക്കും. നമുക്കങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത് താന്ന് ആ ഒരു ലെവലായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഓരോ പ്രാവശ്യവും ഇത് ചെയ്യുമ്പോഴും ഈ റിങ് ഞാൻ കഴുകിയിട്ട് തുടച്ച് വീണ്ടും ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ഞാൻ ഇത് വീണ്ടും ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റിങ് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ അതേ നന്നായിട്ട് വെന്ത് വന്നു. ഇനി ഇതങ്ങ് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ റിങ് നമുക്കിത് ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് പൊക്കി കൊടുത്താൽ മതി. ഇങ്ങ് വന്നോളും. ഓയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇതിങ്ങ് ഇളകി വന്നോളും. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് നീക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കണം കേട്ടോ. എന്നാലേ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കി ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് 3 എണ്ണമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ ഇത്രയും ഈ ഒരു അളവിന്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.